കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU-വിന്റെ 20ാമത് സംസ്ഥാന സമ്മേളനം ജൂൺ ആദ്യവാരം കാസർകോട്ട് നടക്കും. ഇതിന്റെ അനുബന്ധ പരിപാടികളുടെ ഭാഗമായി കാഞ്ഞങ്ങാട്ട് ട്രേഡ് യൂണിയൻ സെമിനാർ സംഘടിപ്പിച്ചു. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kuttiyadi. 2026 ജൂൺ 4 മുതൽ 6 വരെയുള്ള ദിവസങ്ങളിലാണ് കാസർകോട്ട് കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU-വിന്റെ 20ാമത് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ഇതിന്റെ പ്രചരണാർത്ഥം നടത്തുന്ന അനുബന്ധ പരിപാടികളുടെ ഭാഗമായിട്ടാണ് ചൊവ്വാഴ്ച കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ ട്രേഡ് യൂണിയൻ സെമിനാർ സംഘടിപ്പിച്ചത്. ലേബർ കോഡും ഇന്ത്യൻ തൊഴിൽ സാഹചര്യങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തിയ സെമിനാർ CITU കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി P. മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു. ഈ സാമൂഹ്യ വ്യവസ്ഥയുടെ ഏറ്റവും ഉയർന്ന രൂപമായി മുതലാളിത്തം മാറാൻ വേണ്ടി പോവുകയാണ്. സോഷ്യലിസമല്ല, ഉയർന്ന രൂപം എന്ന് പറയുന്നത് മുതലാളിത്തം മാറി എന്ന പ്രചാരവേല കൊണ്ടുപിടിച്ച് 1980-കളുടെ അവസാനത്തോടുകൂടി ലോകത്തിനകത്ത് ആകെ വലിയ നിലയിൽ പ്രചരിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായി. 90-കളുടെ ആരംഭത്തിൽ തന്നെ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടുകൂടി ആ പ്രചാരത്തിന് വലിയ പിന്തുണ ലഭിക്കുന്ന സാഹചര്യം നമുക്ക് കാണാൻ വേണ്ടി പോയി. എന്താ ഉണ്ടായത്? എങ്ങനെ അണകെട്ടിയ വെള്ളം കെട്ടഴിച്ചതുപോലെ ആ നയത്തിന്റെ ഭാഗമായി ഈ ആധുനിക വിജ്ഞാന വ്യവസ്ഥയിൽ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ ഭാഗമായിട്ട് ഓരോ രാജ്യങ്ങൾക്കകത്തെയും ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതിനേക്കാൾ ഉൽപ്പന്നങ്ങൾ ഇന്നുകൂടിയപ്പോൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയുള്ള മാർക്കറ്റ് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഈ തുറന്ന വാതിൽ സമീപനം ചെയ്യുന്നതിന് വേണ്ടി ലോകത്താകെ സമ്മർദ്ദം ഉയർന്നത്. ചടങ്ങിൽ CITU കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി KV രാഘവൻ അധ്യക്ഷനായി. CITU സംസ്ഥാന കമ്മിറ്റി അംഗം SP രാജു വിഷയാവതരണം നടത്തി. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് P. കരുണാകരൻ, ജനറൽ സെക്രട്ടറി P. ഉണ്ണികൃഷ്ണൻ, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ, KSTA ജില്ലാ പ്രസിഡന്റ് KV സുജാത ടീച്ചർ, CITU ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ, CITU സംസ്ഥാന കമ്മിറ്റി അംഗം VV പ്രസന്നകുമാരി, യൂണിയൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് MV രാഘവൻ എന്നിവർ സംസാരിച്ചു. യൂണിയൻ സംസ്ഥാന സെക്രട്ടറി A. സുധാകരൻ സ്വാഗതവും കാസർഗോഡ് ജില്ലാ സെക്രട്ടറി K. വിനോദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.